ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മിസ്സസ് ഹിമ രവീന്ദ്രനാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനെ കുറിച്ചുള്ള ഒരു ഓപ്പൺ ഡിസ്കഷനാണ് ഞാൻ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത്. സോ വെൽക്കം മാം, ക്യാൻ വി സ്റ്റാർട്ട്? സോ മാമിന് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ടോട്ടലി ഫീൽഡിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ഞാൻ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഓൾമോസ്റ്റ് 10 years ആവുന്നു ഇപ്പോൾ. ആൻഡ് ഇറ്റ് വാസ് എ വണ്ടർഫുൾ ജേർണി ഐ ഷുഡ് സേ. ഓക്കെ. സോ മാം, ഞാൻ മാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത സമയത്ത് മാം മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. സോ മാം, എന്തുകൊണ്ടാണ് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പിന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറാൻ എന്തായിരുന്നു അതിൻ്റെ കാരണം എന്തായിരുന്നു? ആക്ച്വലി എൻ്റെ ബേസിക് ഡിഗ്രി എന്ന് പറയുന്നത് മെഡിക്കൽ മൈക്രോബയോളജി ആയിരുന്നു. ഓക്കെ. അപ്പം ആ കോഴ്സിന് ആസ് പാർട്ട് ഓഫ് കരിക്കുലം നമുക്കൊരു വൺ ഇയർ ഇൻറ്റേൺഷിപ്പ് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. സോ ഞാൻ അതിന് ചൂസ് ചെയ്തത് ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലായിരുന്നു ഒബ്വിയസ്ലി. അപ്പം ആക്ച്വലി ആ ഹോസ്പിറ്റലിൽ കയറിയിട്ട് വെൻ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്, ലൈക്ക് നമുക്കൊക്കെ ഒരു ധാരണയുണ്ടല്ലോ, ഹോസ്പിറ്റൽ എന്ന് പറയുമ്പം മെഡിക്കൽ പാരാമെഡിക്കൽ സ്റ്റാഫ്, അതിനപ്പുറം നമ്മൾ ചിന്തിക്കുന്നില്ല അല്ലേ, നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. പക്ഷേ ഞാനും അതുപോലെ തന്നെ ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ അവിടെ കയറിയത്. കുറച്ച് ലൈക്ക് വെൻ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്, എനിക്ക് ഹോസ്പിറ്റൽ ഡോക്ടേഴ്സും നഴ്സസും കൂടാതെ, ലൈക്ക് പാരാമെഡിക്കൽ സ്റ്റാഫും കൂടാതെ വേറെ കുറച്ച് പേരെ ഞാൻ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് ദേ വെർ നോട്ട് ഡോക്ടേഴ്സ് ബട്ട് ദേ വെർ വർക്കിംഗ് അലോങ്, ലൈക്ക് അവരുടെ കൂടെ നടന്നതോടൊപ്പം നടന്ന് വർക്ക് ചെയ്യുന്ന കാണുന്നുണ്ട്. പേഷ്യൻ്റ് സൈഡിലും സ്റ്റാഫ് സൈഡിലും ഒക്കെ വർക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഓക്കെ. പിന്നെ സ്ലോലി ആണ് മനസ്സിലായത് ലൈക്ക് ദർ ഇസ് ആൻ എൻറ്റയർ എക്കോസിസ്റ്റം വർക്കിംഗ് ദെയർ സൈലൻ്റ്ലി ബിഹൈൻഡ് ദ സീൻസ്. അപ്പം അത് ആക്ച്വലി അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു എനിക്ക് ആ ഒരു മാനേജ്മെൻറ്റ് ഫീൽഡിലോട്ട് മാറാൻ വേണ്ടിയിട്ട്. ദെൻ ഒന്നും നോക്കിയില്ല, ഒരു 1 year കംപ്ലീറ്റ്ലി എൻ്റെ മൈൻഡ് മൊത്തം അങ്ങോട്ട് തന്നെയായിരുന്നു, തോട്ട് അങ്ങോട്ട് തന്നെയായിരുന്നു. ലൈക്ക് ഹൗ ബ്യൂട്ടിഫുള്ളി ദേ വർ മാനേജിങ് തിങ്സ് ആൻഡ് എക്സ്പെഷ്യലി ഈ ഡേ ടു ഡേ ഓപ്പറേഷൻസ്, ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് സ്മൂത്ത് ആണോ എന്ന് എൻഷുർ ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലിനിക്കൽ സ്റ്റാഫിന്, ഐ മീൻ ഡോക്ടേഴ്സ് ആണെങ്കിലും പാരാമെഡിക്കൽ സ്റ്റാഫിനാണെങ്കിലും ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുക. പിന്നെ കോൺസ്റ്റൻ്റ്ലി ഹോസ്പിറ്റലിലെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുക. ആ ഗ്രോത്തിന് വേണ്ടിയിട്ട് ആ ഒരു എന്താ അവർ അതുപോലെ കഷ്ടപ്പെടുന്ന കണ്ടിട്ടുണ്ട് ആ ഒരു ടീം. അങ്ങനെ മനസ്സിലായത് ലൈക്ക് ദർ ഈസ് then our observation made me like open the doors to another world actually. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള വേൾഡിലേക്കുള്ള ഡോർസ് ഓപ്പൺ ആയത് അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയാണ് മാം ഈ ഫീൽഡിലോട്ട് എത്തിയത്. അപ്പോൾ ഓക്കെ, ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ ഒരു കരിയർ ഗ്രോത്ത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ അവരുടെ സാലറി സ്കെയില് ഏത് പൊസിഷൻ വരെയൊക്കെ അവർക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും? ശരിക്കും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് സാധാരണ മറ്റ് ഫീൽഡുകളെ പോലെ തന്നെ, ലൈക്ക് മറ്റ് മാനേജ്മെൻറ്റ് ഫീൽഡുകളെ പോലെ തന്നെ യു ക്യാൻ സീ 3 line ഓഫ് മാനേജ്മെൻറ്റ് അവിടെ. ഫസ്റ്റ് ലൈൻ ഉണ്ടാവും, മിഡ് ലെവൽ ഉണ്ടാവും, ടോപ്പ് ലെവൽ ഉണ്ടാവും. അപ്പം തന്നെ ഊഹിക്കാം ഏത് ലെവലിൽ നിന്ന് ഏത് ലെവൽ വരെയൊക്കെ നമുക്ക് എത്താൻ പറ്റും എന്നുള്ളത്. ഓക്കെ. ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് മാം പറഞ്ഞല്ലോ. ഇപ്പോൾ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഈ സ്ഥലത്ത് കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഒരുപാട് സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അത്രയും സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിയിട്ടും പ്ലേസ്മെൻറ്റ്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പ്ലേസ്മെൻറ്റ്സിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് പേർക്ക് മാത്രമേ പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുള്ളൂ. അതെന്താ അങ്ങനെ വരുന്നത്? ഇത്രയും പിള്ളേർ പഠിച്ചിറങ്ങിയിട്ടും പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ജോബിലോട്ട് വരുന്ന സമയത്ത് അവർക്ക് ജോലി കിട്ടാത്ത എന്താണ് അങ്ങനെ? മരിയ പറഞ്ഞ പോലെ ഒത്തിരി പിള്ളേർ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ 6 month 1 year ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. ലൈക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പല ഹോസ്പിറ്റൽ HR-ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. ബിക്കോസ് ബൾക്കായിട്ട് CVs നമുക്ക് വരാറുണ്ട്. ആക്ച്വലി നമ്മുടെ അവിടെ ലൈക്ക് ആ CV സോർട്ട് ചെയ്യുന്നത് ഒരു പ്രൈമറി ടാസ്ക് ആണ് നമ്മുടെ. ബിക്കോസ് ആക്ച്വലി പല കുട്ടികൾക്കും CV പ്രിപ്പയർ ചെയ്യാൻ പോലും അറിയണ്ടാവില്ല. ബേസിക് CV നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പോലും അതിനകത്ത് ഉണ്ടാവില്ല. അപ്പം അവിടെ കുറേ പേര് റിജക്റ്റ് ആയി. സെക്കൻഡ് അതിൽ നിന്ന് നമ്മൾ സോർട്ട് ചെയ്ത് കുട്ടികളെ കാൻഡിഡേറ്റ്സിനെ ഇൻ്റർവ്യൂവിന് വിളിക്കും. ഇൻ്റർവ്യൂവിന് വിളിച്ച് കഴിയുമ്പോഴും ലൈക്ക് റൈറ്റ് ഫ്രം ഇൻ്റർവ്യൂവിന് കയറുമ്പോൾ മുതൽ ഉള്ളൊരു ബേസിക് മാനേഴ്സും കാര്യങ്ങളും ഉണ്ട് ഫോളോ ചെയ്യേണ്ടത്. അതുപോലും ഇല്ലാത്ത കുട്ടികളുണ്ട്. അവിടെ കുറേ പേർ റിജക്റ്റ് ആവും. സിമ്പിളായിട്ട് ചോദിക്കാം, മരിയ ഒന്ന് ലൈക്ക് ജസ്റ്റ് വാട്ട് ഡു യു തിങ്ക് ആൻ ഇൻ്റർവ്യൂർ ഈസ് എക്സ്പെക്ടിങ് ഫ്രം യു? ഒരു കുട്ടി ലൈക്ക് ഇഫ് ഒരു കാൻഡിഡേറ്റിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു ഇൻ്റർവ്യൂർ എന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്? ആറ്റിറ്റ്യൂഡ്. ഫസ്റ്റ് ഓഫ് ഓൾ ആറ്റിറ്റ്യൂഡ്, ഐ തിങ്ക് ആറ്റിറ്റ്യൂഡ്. ഷുവർ ആയിട്ടും അവർ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും മെയിനായിട്ട്. ലൈക്ക് നിങ്ങൾ എങ്ങനെ കയറി വരാൻ ഫ്രം ദ മൊമെൻറ്റ് യു എൻറ്റർ ഇൻസൈഡ് ദേ വിൽ ബി ഒബ്സർവിങ് യു. നിങ്ങൾ എങ്ങനെ നടക്കുന്നു, നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു അവിടെ, ലൈക്ക് നിങ്ങൾ എങ്ങനെ ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യുന്നു, ഐ കോണ്ടാക്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ആൻഡ് യുവർ മാനറിസം എവറിത്തിങ്. എസ്പെഷ്യലി ഈ ഫീൽഡ് ആണെങ്കിൽ ഉറപ്പായിട്ട് അവർ അതെല്ലാം ശ്രദ്ധിക്കും. ഡെഫിനറ്റ്ലി. അപ്പം ഇതാണ് മെയിനായിട്ട്. അപ്പം ഇവിടെ കുറേ കുട്ടികൾ ഫെയിൽ ആവും. ഓക്കെ. ആൻഡ് അതിൽ നിന്നും നമുക്ക് കാലിബർ ഉണ്ട് എന്ന് പറയുന്ന കുട്ടികളെ നമ്മൾ എടുക്കാറുണ്ട്. എടുത്ത് നമ്മൾ
ഐ മീൻ അവർ 6 മാസം അവിടെ പഠിച്ചെങ്കിൽ ഏതെങ്കിലും എക്സ് ആൻഡ് വൈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചെങ്കിൽ അതേ 6 മാസം അവരിവിടെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ പഠിക്കുന്നത്. ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞ് വീണ്ടും നമ്മൾ സ്ട്രഗിൾ ചെയ്ത് അവരെ പഠിപ്പിക്കുക ചെയ്യുന്നത്. ഓ അങ്ങനെ. അതാണ് സംഭവിക്കുന്നത്. അത് കുട്ടികളുടെ ഭാഗത്തെ തെറ്റാണെന്ന് എനിക്ക് തോന്നാറില്ല. ബിക്കോസ് നല്ല കാലിബറുള്ള കുട്ടികളുണ്ട് അത്യാവശ്യം. ലൈക്ക് നമ്മളൊരു 6 മാസത്തിനുള്ളിൽ തന്നെ ഒരു നല്ല രീതിയിൽ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എൻ്റെ ഡൗട്ട് എന്തെന്ന് പറഞ്ഞാൽ ലൈക്ക് ഇഫ് യു ആർ എക്സ്പെക്ടിങ് ഹോസ്പിറ്റൽസ് ടു ട്രെയിൻ യു, ലൈക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ആവശ്യം എന്താണ്? ഡെഫിനറ്റ്ലി. ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷുഡ് ടേക്ക് പെയിൻ ടു ട്രെയിൻ ദം ആക്ച്വലി. എസ്പെഷ്യലി ഫാക്കൽറ്റീസ് ആണെങ്കിലും ചൂസ് ചെയ്യുന്ന ലൈക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് ഈസ് അതൊരു റിക്വയർമെൻ്റ് ആണ്, മേജർ റിക്വയർമെൻ്റ് ആണ്. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, ഐ മീൻ ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ലൈവായിട്ട് വർക്ക് ചെയ്ത ആൾക്കാരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെയധികം ഉപകാരമായിരിക്കും. അവരുടെ ഈ ഹോസ്പിറ്റലിൽ കയറിയിട്ടുള്ള എന്തുവാ ടൈം വേസ്റ്റ് ഉണ്ട് ശരിക്കും. 6 മാസം, 1 വർഷം, 2 വർഷം ഒക്കെ ഒരു ടൈം വേസ്റ്റ് ആണ് ആ ഒരു ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത്. ആ ഒരു ഇത് നമ്മൾ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ്ലി നമുക്ക് ജോബിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു നല്ലൊരു ജോബിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനിയിപ്പോൾ മാമിനോട് ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മാം ഇപ്പോൾ കർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഓക്കെ, കർമ്മയിൽ എത്തിപ്പെടാൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാൻ എൻ്റെ ഈ കരിയർ തന്നെ ഞാനൊരു സ്റ്റേജ് കഴിഞ്ഞപ്പം ലൈക്ക് ഐ സ്റ്റാർട്ടഡ് റിസീവിങ് സ്റ്റുഡൻസ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കാണെങ്കിലും നമുക്ക് കുട്ടികളെ ഇതുപോലെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്നും കുട്ടികൾ പാസ് ഔട്ടായി നമ്മുടെ അടുത്ത് വരാറുണ്ട്. വന്നിട്ട് ഞാൻ അവരെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് അവരെ ട്രെയിൻ ചെയ്ത് തുടങ്ങിയപ്പം ഐ ഫെൽറ്റ് ലൈക്ക് എന്തുകൊണ്ട് എനിക്ക് ഡയറക്റ്റ്ലി ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തോളാന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അതിന് ഞാൻ ഈ പറഞ്ഞ ലൈക്ക് അത്യാവശ്യം കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് എവ്രി വൺ വാസ് ആസ്കിങ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടോ, ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ. ഓക്കെ. ലൈക്ക് ആക്ച്വലി ഐ വാസ് ഷോക്ക്ഡ്. ലൈക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു കുട്ടികളുടെ മുന്നിൽ സംസാരിക്കാനുള്ളൊരു എബിലിറ്റി വേണം, അത് വേണം. ലൈക്ക് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ബട്ട് അതർ ദാൻ ദാറ്റ് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ആണ് ശരിക്കും വേണ്ടത്, ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ആണ് ശരിക്കും വേണ്ടതെന്ന് എൻ്റെ ലൈക്ക് അതാണ് കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അതാണ് കുട്ടികൾക്ക് വേണ്ടത്. പിന്നെ കർമ്മയിൽ ആക്ച്വലി എനിക്ക് ഫസ്റ്റ് കോൾ കിട്ടിയപ്പോൾ തൊട്ടേ they never asked me about my teaching experience. ഓക്കെ. അവർ എന്നോട് പിന്നെയും ചോദിച്ചത് ഹോസ്പിറ്റലിൽ എത്ര വർഷം ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ ഏതൊക്കെ ഫീൽഡിലാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളത്, എന്താണ് നിങ്ങളുടെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ്, ഏതൊക്കെ ലെവൽ ഓഫ് മാനേജ്മെൻറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതാണ് അവർ ചോദിച്ചത്. ആൻഡ് എന്നോട് ആവശ്യപ്പെട്ടതും അത് തന്നെയാണ്. ഇവിടെ വന്ന് ദ ഫസ്റ്റ് ഡേ അവർ ആവശ്യപ്പെട്ടത് ലൈക്ക് സിലബസ്, അത് ലൈക്ക് ആസ് എ പാർട്ട് ഓഫ് നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റി നമ്മളൊരു ബോർഡ് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, ആ ബോർഡ് അനുസരിച്ച് നമ്മൾ എന്തായാലും സിലബസ് ഉണ്ട്. അത് നമ്മൾ കുട്ടികൾ പാസ്സായാൽ പറ്റത്തുള്ള സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. ബട്ട് യു ഹാവ് ടു ട്രെയിൻ ദം. ഓക്കെ. ആ ഒരു ട്രെയിനിങ് എങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ലൈക്ക് ദേ ഷുഡ് ബി റെഡി ഫോർ ദ ജോബ്. ഇതാണ് എൻ്റെ അടുത്ത് മെയിനായിട്ട് എനിക്ക് തന്നൊരു ടാസ്ക് അതായിരുന്നു. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് മാം ഇപ്പോൾ കർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്തേക്കുന്നത് അല്ലേ? ഞാൻ ഷുവർ. ഓക്കെ മാം, ഞാൻ വേറൊരു കാര്യം കൂടി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. മാം ഇപ്പോൾ മാമിൻ്റെ സ്വന്തം സിലബസ് ആണ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഡിഫറൻസ്, എന്താണ് സ്വന്തം സിലബസ് പഠിപ്പിക്കുന്നതിലൂടെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുമോ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, അവരുടെ കരിയറിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുമോ? ആക്ച്വലി സിലബസ് ശരിക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ലൈക്ക് ഒരു ഹോസ്പിറ്റലിൻ്റെ എൻറ്റയർ തിങ് നമ്മൾ കവർ ചെയ്തേ പറ്റത്തുള്ളൂ. ഒരു ഹോസ്പിറ്റൽ എന്നൊരു വാസ്റ്റ് ഫീൽഡാണ്. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഇത് നമ്മൾ കവർ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് മേജറായിട്ട് വരുന്നത് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്, HR മാനേജ്മെൻറ്റ്, പിന്നെ ഹോസ്പിറ്റലിലെ കുറച്ച് ലീഗൽ ആസ്പെക്ട്സ് ഉണ്ട്, പിന്നെ പേഷ്യൻറ്റ് കെയർ ഏരിയാസ്, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ്. ഇത്രയും ഏരിയാസാണ് നമ്മൾ മേജറായിട്ട് കവർ ചെയ്യേണ്ടത്. അതിനൊപ്പം ഞാൻ എൻ്റെതായ രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ സിലബസിൽ വരുത്തിയിട്ടുണ്ട്. അതുപോലെ ഞാൻ കുട്ടികളെ ആദ്യത്തെ 2-3 മാസം ഞാൻ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ഒന്നും ഞാൻ പഠിപ്പിക്കാറില്ല. ഞാൻ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള ഇപ്പം ഇവർ ഒരു ഹോസ്പിറ്റലിലേക്ക് എൻ്റർ ചെയ്ത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇവർക്ക് പോസ്റ്റിംഗ് കിട്ടുമ്പോൾ എന്തായാലും പേഷ്യൻറ്റ് കെയർ ഏരിയ ആണ് മെജോറിറ്റി ഇവർക്ക് ജോബ് കിട്ടാനുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ആ പേഷ്യൻറ്റ് കെയർ ഏരിയാസ് എന്ന് പറയുമ്പോഴത്തേനും OPDs, IP അല്ലേ, അതൊക്കെയാണ് മെയിൻലി പേഷ്യൻറ്റ് കെയർ ഏരിയാസ്. അപ്പം അവിടെ ആ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് കയറുമ്പോൾ തന്നെ ലൈക്ക് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്
സപ്പോസ് ഇപ്പോൾ ഗ്യാസ്ട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് എക്സാമ്പിൾ എടുക്കാം. അപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് ലൈക്ക് ആരാണ് അവിടുത്തെ ഹെഡായിട്ട് വരുന്നത്? ഡോക്ടേഴ്സ് ലൈക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അവിടുത്തെ എൻ്റയർ സ്റ്റാഫ് അവിടുത്തെ സ്റ്റാഫുകൾ ആരൊക്കെയാണ്, പിന്നെ അവിടെ തന്നെ ഡിവിഷൻസ് വരുന്നുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ. ഓക്കെ. അപ്പം ചെറിയൊരു എക്സാമ്പിൾ പറയാം, എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് കേട്ടിട്ടുണ്ടോ? എൻഡോസ്കോപ്പി എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം ആ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേനും അത്യാവശ്യം നമുക്ക് കേൾക്കുമ്പം സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അത് ഹോസ്പിറ്റൽസിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെ തന്നെ നമുക്ക് 3-4 കോർഡിനേറ്റേഴ്സ് ഒക്കെ ചിലപ്പോൾ വേണ്ടി വരും. ഓക്കെ. അപ്പം ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെൻറ്റ്, ഗ്യാസ്ട്രോടൊപ്പം തന്നെ ലിവർ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം, ലിവർ കെയർ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും അതിൽ തന്നെ. അപ്പം ഇങ്ങനെ വാസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ തന്നെ ഡിവിഷൻസ് കണ്ടില്ലേ? അതെ. അപ്പം ശരിക്കും ഈ കുട്ടികളെ മെയിനായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മേജർ ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് ലൈക്ക് എന്ത് ടൈപ്പ് ഓഫ് പേഷ്യൻസ് ആണ് വരുന്നത്, അവരുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, പിന്നെ ഡയഗ്നോസിസ് എങ്ങനെയാണ് ഈ ഡോക്ടേഴ്സ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്, ലൈക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പം ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി ഈ കുട്ടികൾ ഈ ഡിസീസ് കണ്ടീഷൻസ് ആണെങ്കിലും യൂഷ്വലി ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഫോളോ ചെയ്യുന്ന ഓരോ രീതികളാണെങ്കിലും ഇവരത് കേട്ട് ഇല്ലെങ്കിൽ ആ ഒരു സംഭവം കേട്ടാണ് ഇവർ അതിനോട് ഫെമിലിയർ ആവുന്നത്. അപ്പം ഒബ്വിയസ്ലി ഇവർ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി കഴിയുമ്പം ഇനി ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ധൈര്യമായിട്ട് ഇവർ കയറി ചെല്ലാം. ബിക്കോസ് ഹോസ്പിറ്റൽസ് ആഡ് ഇടാൻ പോകുന്നത് കെയർ കോർഡിനേറ്റർ അല്ലെങ്കിൽ കെയർ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്, സീനിയർ എക്സിക്യൂട്ടീവ്, ഇങ്ങനെ ആയിരിക്കും ആഡ് ഇടാൻ പോകുന്നത്. ദേ വിൽ നോട്ട് ഡിസ്ക്ലോസ് എ ഡിപ്പാർട്ട്മെൻറ്റ്. മെജോറിറ്റി ഹോസ്പിറ്റൽസ് അങ്ങനെ ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഡിസ്ക്ലോസ് ചെയ്തില്ല. ഇന്റർവ്യൂ കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി എ സർപ്രൈസ്. ഇത് ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നതെന്നുള്ളത്. അപ്പം അത് ആദ്യത്തെ സ്ട്രെസ്. അത് അതെ, പല ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ പേര് നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാകത്തില്ല. അങ്ങനെ കുറേ ഡിവിഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പം എന്താണ് ആ ഡിപ്പാർട്ട്മെൻറ്റ് ആക്ച്വലി നടക്കുന്നതെന്നുള്ളത് ആ ഒരു ഏരിയ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ അനാറ്റമി, ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ, ലൈക്ക് ഓരോ പാർട്സ്, അതിന് വരാൻ ചാൻസ് ഉള്ള അസുഖങ്ങൾ, അതിൻ്റെ ഡയഗ്നോസിൻ്റെ രീതി. യൂഷ്വലി ഒരു നോർമൽ ബ്ലഡ് ടെസ്റ്റ് കണ്ടാൽ തന്നെ ഈ കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത്. ആ രീതിയിലാണ് ഞാനിവിടെ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത്. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ യൂസ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. കൺസെൻറ്റ് ഫോംസ് യൂസ് ചെയ്യും ഡോക്ടേഴ്സിൻ്റെ, ഡോക്ടർ കൺസെൻറ്റ് ഫോംസ്. പിന്നെ കൂടാതെ ഓരോ ട്രീറ്റ്മെൻറ്റ് എക്സ്പ്ലനേഷൻ പ്രത്യേകം ഫോംസും കാര്യങ്ങളും ഉണ്ടാവും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ. അതൊക്കെ പ്രത്യേകമായിട്ട് എടുത്ത് ഞാൻ പഠിപ്പിക്കാറുണ്ട്, കാണിക്കാറുണ്ട്. പ്രാക്ടിക്കലി ഞാൻ എടുത്ത് കാണിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ട്രെയിനിങ് എന്ന് പറയുന്നത് ശരിക്കും ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആണ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. ഓക്കെ മാം. പിന്നെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഠിക്കുക എന്നുള്ളത് വേറെ സെക്ഷനാണല്ലോ. അതല്ലാതെ വേറെ എന്തെങ്കിലും സ്കിൽസ്, അവർക്ക് എക്സ്ട്രാ എന്തെങ്കിലും സ്കിൽസിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്? തീർച്ചയായിട്ടും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, എനി അതർ മാനേജ്മെൻറ്റ് ഫീൽഡ്, ബേസിക്കലി വേണ്ട കുറച്ച് സ്കിൽസ് ഉണ്ട്. ലൈക്ക് അത് നമ്മളിവിടെ എക്സ്ട്രാ ആയിട്ട് ട്രെയിൻ ചെയ്യാറുണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സസ് ഇവിടെ ഉണ്ട്. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ്. കൂടാതെ നമ്മുടെ കുട്ടികൾക്ക് എക്സ്ട്രാ ആയിട്ട് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. സോഫ്റ്റ്വെയർ ട്രെയിനിങ് എന്ന് പറയുമ്പം അതിനകത്ത് ബേസിക് ബില്ലിംഗ് ആപ്സ് കാര്യങ്ങളൊക്കെ വരും. ആൻഡ് ഓൾസോ പല ഹോസ്പിറ്റൽസും ചില ഹോസ്പിറ്റൽസും ക്ലിനിക്സും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പേറോൾ എന്ന് പറഞ്ഞ ആപ്പ് യൂസ് ചെയ്യാറുണ്ട്, സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാറുണ്ട്. ആ സോഫ്റ്റ്വെയർ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. പിന്നെ കൂടാതെ ഞങ്ങളിവിടെ കോർ സബ്ജക്റ്റിൻ്റെ ഒപ്പം തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷ് പ്രത്യേകമായിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. കൂട്ടത്തിൽ അക്കൗണ്ട്സിൽ കുറച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ട് ഹോസ്പിറ്റൽസും ഒക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് ബില്ലിംഗ് സോഫ്റ്റ്വെയർസും, അല്ലാതെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ പേറോൾ സോഫ്റ്റ്വെയർ, ഇതൊക്കെ കുട്ടികൾ ട്രെയിൻ ചെയ്യാറുണ്ട്. ഈ റിയൽ കേസ് സ്റ്റഡീസ് എന്തിനാണ് പഠിപ്പിക്കുന്നത്? ആക്ച്വലി ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ലൈക്ക് എനി അതർ മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഈ ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, ഇതൊക്കെ എല്ലാ ഘട്ടത്തിലും കുട്ടികൾ ഫേസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇത് എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മളെന്നല്ല, ഇൻഡസ്ട്രിയലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് പഠിപ്പിക്കും. ഇതെല്ലാം അവരുടെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും ഇവർ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. പ്രോബ്ലംസ് വരുന്നത്, അത് സോൾവ് ചെയ്യുന്നത്, പിന്നെ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് വേണം. അപ്പം ഇന്ന ആയിരിക്കും ഇഷ്യൂസ് വരാൻ പോകുന്നത്, അവിടെയൊക്കെ നിങ്ങൾ ഇന്ന രീതിയിൽ ഡിസിഷൻസ് എടുക്കേണ്ടി വരും എന്നുള്ളത്. അപ്പം തന്നെ മനസ്സിലാവില്ല. നമ്മളൊരു ബുക്കിനകത്ത് നമ്മൾ മാനേജ്മെൻറ്റ് ടെക്നിക്സ് എന്നോ മാനേജ്മെൻറ്റ് തിയറീസ് പഠിക്കുന്നതും ഒരു റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് ഒരാൾ നമ്മൾ പറഞ്ഞു തരുമ്പോഴും തമ്മിലുള്ള ഡിഫറൻസ്
വരെയൊക്കെ മനസ്സിലാവുന്നത്. മനസ്സിലാവുന്നത്. മാം ഇപ്പോൾ ഓൾറെഡി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത കുട്ടികളോടും അതേപോലെ തന്നെ ഇനി പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാവുമല്ലോ, അവരോടും മാമിന് എന്തൊരു അഡ്വൈസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുക്കാൻ പോകുന്നവരോട് പറയാനുള്ളത്, ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അവിടെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസിൻ്റെ എന്താ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്താണ് അത് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. ബിക്കോസ് ലൈക്ക് നിങ്ങൾ ഇത്രയും എഫേർട്ട് ഇട്ട് ലൈക്ക് ഒരു ജോലി വേണം എന്നുള്ളൊരു ഒറ്റ മോട്ടീവ് കൊണ്ടാണ് ഈ ഡിപ്ലോമ കോഴ്സ് എടുക്കുന്നത്. അപ്പം അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അതിന് ട്രെയിനിങ് കിട്ടിയിട്ട് 6 months കഴിയുമ്പോൾ നിങ്ങൾ പീസ്ഫുള്ളി എവിടെയെങ്കിലും പ്ലേസ് ആവുകയും വേണം, പീസ്ഫുള്ളി വർക്ക് ചെയ്യുകയും വേണം, അതുപോലെ തന്നെ കരിയർ ഗ്രോത്തും ഉണ്ടാവണം. അപ്പം യു ഷുഡ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നിർബന്ധമായിട്ടും നടത്തണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ. പിന്നെ ഈ കോഴ്സ് വെറും ഒരു ജോലി, ഏതെങ്കിലും ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ കോഴ്സ് ചൂസ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. ബിക്കോസ് ഹോസ്പിറ്റൽ ഫീൽഡ് എന്ന് പറയുന്നത് ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് വേൾഡാണ്. അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം എന്നുള്ള മോട്ടീവിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ഓൾസോ ഐ ക്യാൻ അഷ്യൂർ ദറ്റ് ഈ ലൈക്ക് നമുക്ക് ഈ ഉയരെ മൂവിയിൽ പാർവതി പറയുന്ന ഡയലോഗില്ലേ, ലൈക്ക് ഈ ജോലി ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിൽ ഏത് ജോലിയും ചെയ്യാൻ തോന്നില്ല. അത് ശരിക്കും ഹോസ്പിറ്റൽ ഫീൽഡിൽ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ചോദിച്ചറിയാൻ പറ്റും. ബിക്കോസ് നമുക്ക് വേറെ ഒരു ജോലി നമുക്ക് ചെയ്യാൻ തോന്നില്ല, സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല വേറൊരു ജോലി ചെയ്താലും. ബിക്കോസ് ഇവിടെ സ്ട്രെസ് ഉണ്ടാവും, ബാക്കിയുള്ള ഫീൽഡ് പോലെ തന്നെ എല്ലാ രീതിയിലുള്ള നമുക്ക് പൊളിറ്റിക്സും ഇഷ്യൂസും ഒക്കെ ഉണ്ടാവുമെങ്കിലും നമ്മുടെ മുഖത്തൊക്കെ ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് ഒരു ദിവസം നമ്മളെ താങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് ലൈക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ലൈക്ക് നമ്മൾ നമ്മുടേതായ ഒരു ഇതിലേക്ക് നമ്മൾ ഒതുങ്ങുമ്പം ലൈക്ക് വിൽ ബി സോ ഹാപ്പി. ഒരു മനസ്സമാധാനം എന്ന് പറയുന്ന സാധനം നമുക്ക് ലൈക്ക് വി ക്യാൻ ഫീൽ ഇറ്റ് അല്ലേ. നമുക്ക് എന്താണെങ്കിലും അതല്ലേ ഇമ്പോർട്ടൻറ്റ്. അതെ. അപ്പം ബാക്കി ഫിനാൻഷ്യൽ ഗ്രോത്ത് സൈഡ് ബൈ സൈഡ് അത് വന്നോളും. ബട്ട് യു ഹാവ് ടു ഫോക്കസ് ഓൺ ഒരു പേഷ്യൻ്റ് സെൻട്രിക് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ. ആസ് എ കോർഡിനേറ്റർ നിങ്ങൾ ശരിക്കും ഈ പേഷ്യൻസിന് മാത്രമല്ല നിങ്ങളുടെ ലൈക്ക് യു ആർ നോട്ട് ഓൺലി ക്രിയേറ്റിംഗ് എ ഗുഡ് എക്സ്പീരിയൻസ് ഫോർ ദ പേഷ്യൻസ്, ഓൺ ദ അതർ ഹാൻഡ് സ്റ്റാഫുകൾക്കും നിങ്ങൾ നല്ലൊരു സപ്പോർട്ടായിരിക്കും. ബിക്കോസ് വൺ ഡേ നിങ്ങളെ കണ്ടില്ലെങ്കിൽ, ഒരു ദിവസം നിങ്ങളെ കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫുകൾ വന്നില്ലല്ലോ എന്ന് തോന്നും. ബിക്കോസ് അവർ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ സ്റ്റാഫുകൾ നിങ്ങളെ ആയിരിക്കും തപ്പുന്നത്, ലൈക്ക് എവിടെയാ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, അതൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണെങ്കിലും നേഴ്സ് ആണെങ്കിലും നമ്മളെ താങ്ക് ചെയ്യുമ്പോഴും, ഓൺ ദ അതർ ഹാൻഡ് പേഷ്യൻസ് ആണെങ്കിലും താങ്ക് ചെയ്ത് ബ്ലെസ് ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ട്. അപ്പം അത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്, അത് വേറൊരു ഫീൽഡിൽ നമുക്ക് കിട്ടാത്തൊരു അനുഗ്രഹമാണ്. ഓക്കെ. കരിയർ ഗ്രോത്ത് എന്ന് പറയുമ്പം ഹോസ്പിറ്റൽ ഫീൽഡിൽ ഒതുങ്ങുന്നില്ല. ആക്ച്വലി ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റാണ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ ഇൻക്രീസിങ് ഡേ ബൈ ഡേ. അപ്പം ഊഹിക്കാം നമുക്ക് എത്രമാത്രം കാൻഡിഡേറ്റ്സിനെ ലൈക്ക് സ്റ്റാഫുകളെ വേണം എന്നുള്ളത്, അഡ്മിനിസ്ട്രേഷൻ പഠിച്ച സ്റ്റാഫുകൾ. ആൻഡ് ഓൾസോ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഹോസ്പിറ്റൽസ് മാത്രം വരുന്നില്ല, അതിനകത്ത് ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സ് ഉണ്ട്, ഫാർമസ്യൂട്ടിക്കൽ സെൻറ്റേഴ്സ് ഉണ്ട്, പിന്നെ ഡിജിറ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു പ്രത്യേക മേഖലയുണ്ട്, പിന്നെ ടെലിമെഡിസിൻ സ്റ്റാർട്ടപ്സ് കുറേ ഉണ്ട്, ലൈക്ക് അങ്ങനെ കുറച്ച് ഏരിയാസ് ഉണ്ട്, പിന്നെ ഇൻഷുറൻസ് കമ്പനീസ്. ഓക്കെ. അപ്പം അവരൊക്കെ ശരിക്കും ഇങ്ങനെ ലൈക്ക് ഈ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ കുട്ടികൾ, ഐ മീൻ ഹോസ്പിറ്റലിനെ പറ്റിയും പേഷ്യൻ്റ് കെയറിനെ പറ്റിയും ഏകദേശം ആ ഒരു ഫ്ലോ, ഹോസ്പിറ്റലിൽ നടക്കുന്ന വർക്ക് ഫ്ലോനെ പറ്റിയും അത്യാവശ്യം നോളജ് ഉള്ള കാൻഡിഡേറ്റ്സിനെയാണ് ഇവർ നോക്കുന്നത്. അപ്പം ഇറ്റ്സ് നോട്ട് എൻഡിങ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് ശരിക്കും ലൈക്ക് ഇറ്റ്സ് എ വണ്ടർഫുൾ സെക്ടർ ടു വർക്ക് ആക്ച്വലി. അപ്പം എല്ലാവർക്കും ലൈക്ക് തുറന്ന മനസ്സോടുകൂടി ഐ വിൽ വെൽക്കം യു ടു ദിസ് ഫീൽഡ്. ബട്ട് ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, when you choose the institute, choose wisely. Thank you for sharing your valuable experience with us. Most welcome. Okay.